ദാവീദ് കിന്നരങ്ങൾ മീട്ടിയപ്പോൾ ആ കിന്നരത്തിൽ നിന്ന് ഉയർന്ന സംഗീതം അശുദ്ധിയുടെ എല്ലാ ആത്മാവിനെയും നീക്കി ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ വലിയ അഭിഷേകം കൊണ്ട് നിറച്ചു. എറണാകുളം അതിരൂപതയുടെ കീഴിലുള്ള സീക്രട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയ സീക്രട്ട് മ്യൂസിക് കോൺടെസ്റ്റിൽ നിരവധി സുന്ദരങ്ങളായ അഭിഷേകമുള്ള ഗാനങ്ങൾ നാം കാണാനും കേൾക്കാനും ഇടയായി. ജൂറി അംഗങ്ങളായ ജെറി അമൽദേവ് സർ, ഉരുളിയാനിക്കൽ അച്ഛൻ, സിജോയ് വർഗീസ്, ഞാനും ചേർന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചില സുന്ദര ഗാനങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ ഗാനങ്ങൾ നമുക്കെല്ലാവർക്കും കേൾക്കാം, ആസ്വദിക്കാം. ആദ്യമായി സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് തൊടുപുഴ ചർച്ച് ക്വയർ അവതരിപ്പിക്കുന്ന ഗാനം കേൾക്കാം.
ദൈവസന്നിധിയിൽ ആലപിക്കുന്ന നിരവധി ഗാനങ്ങളുടെ സൃഷ്ടാവ് റെവറൻഡ് ഫാദർ ആന്റണി ഉരുളിയാനിക്കൽ അച്ഛൻ. അച്ഛന് ഒരുപാട് അറിവ്, ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് ചർച്ച് ക്വയർസുമായി. നമുക്ക് കേൾക്കാം അച്ഛൻ്റെ വാക്കുകൾ. സംഗീതത്തിന് വലിയ ശക്തിയുണ്ട്, പവർ ഓഫ് മ്യൂസിക്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. സെക്കുലർ മ്യൂസിക്കിനും റിലീജിയസ് മ്യൂസിക്കിനും ഈ ശക്തിയുണ്ട്. രണ്ടിലും നല്ലതും ചീത്തയുമായിട്ടുള്ള സംഗീതമുണ്ട്. ഒരു സംഗീതം നമ്മുടെ മനസ്സിനെ എങ്ങനെ ക്രമപ്പെടുത്തുന്നു എന്നതനുസരിച്ചാണ് ആ പാട്ട് നല്ലതോ ചീത്തയോ ആകുന്നത്. അതോടൊപ്പം ആ പാട്ടിൻ്റെ രചന, സംഗീതം, പാടുന്ന വിധം, അതിൻ്റെ സെറ്റിങ്, കുറച്ചുകൂടി ശാസ്ത്രീയമായി പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി, കമ്പനം, ഇതെല്ലാം അനുസരിച്ചാണ് ഒരു പാട്ട് നല്ലതോ ചീത്തയോ ആകുന്നത്. നല്ല സംഗീതം നമ്മുടെ മനസ്സിനെ ക്രമപ്പെടുത്തുന്നു, അറേഞ്ച് ചെയ്യുന്നു. വികാരങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നില്ല. അത് ഹൃദയത്തെ തൊടുന്നു, നമ്മുടെ മനസ്സിനെ ഉണർത്തുന്നു. വിശുദ്ധ ബൈബിളിലെ ചില ഉദാഹരണങ്ങൾ നമുക്ക് ശ്രവിക്കാം. 1 സാമുവേൽ 16 അധ്യായം 23 വചനത്തിൽ നാം വായിക്കുന്നു, ദൈവം അയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു. അടുത്ത നാളുകളിൽ ഫേസ്ബുക്കിൽ മയൂഷ എന്ന ഒരു നേഴ്സ് പാട്ടുപാടി രോഗികളെ ആശ്വസിപ്പിക്കുന്നത് കാണാനിടയായി. നല്ല സംഗീതത്തിന് ബൈബിളിൽ നിന്നുള്ള മറ്റൊരു ഭാഗം 2 രാജാക്കന്മാർ 3:15 ആണ്. ഇസ്രായേൽ രാജാവായിരുന്ന യഹോഷാഫാത്ത് രാജ്യത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും രക്ഷിക്കാൻ എലീശ പ്രവാചകൻ്റെ സഹായം തേടുന്നുണ്ട്. ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, പ്രവാചകൻ ആവശ്യപ്പെട്ടു. ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി എലീശയുടെ മേൽ ആവസിച്ചു. എലീശ ദൈവനാമത്തിൽ പ്രവചിക്കുകയും രാജാവിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16 അധ്യായം 25, 26 തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു. ഇവിടെ പൗലോസും സീലാസും റോമൻ തടവറയിലാണ്. തടവറയിൽ ഒരു വലിയ അത്ഭുതം നടക്കുന്നു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. നമ്മുടെ ഗാനാലാപനവും വിശ്വാസ സമൂഹത്തിന് സ്വസ്ഥത നൽകണം. അവരെ ഊർജ്ജസ്വലരാക്കണം, സുഖപ്പെടുത്തണം, സുസ്ഥിതിയിൽ നിലനിർത്തണം. വിശുദ്ധിയോടും എളിമയോടും കൂടി ഗാനശുശ്രൂഷ ചെയ്യുന്ന നിരവധി ഗായക സംഘങ്ങളെ എനിക്ക് പരിചയമുണ്ട്. അവരുടെ അഭിഷേകം നിറഞ്ഞ ഗാനാലാപനം സ്വർഗീയ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടാൻ ഇടയാക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാനാവിധത്തിൽ അസ്വസ്ഥമായ അനേകർക്ക് സ്വാന്തനവും സൗഖ്യവും നൽകുവാൻ നമ്മുടെ പാടാനുള്ള കഴിവിനെ നാം ഉപയോഗിക്കണം. അടുത്തതായി നാം കാണാൻ പോകുന്ന ഗാനം സീക്രട്ട് മ്യൂസിക് കോൺടെസ്റ്റിൽ വന്ന ഈ എൻട്രി ആലപിച്ച ചർച്ച് ക്വയർ കൊല്ലത്തിൽ നിന്നാണ്. നമുക്ക് അവരുടെ പാട്ട് കേൾക്കാം.
നിൻ തിരുനാമം പാടിയിടാം ഞങ്ങൾ നിന്നവതാരം വാഴ്ത്തിയിടാം. നിൻ തിരുനാമം പാടിയിടാം ഞങ്ങൾ നിന്നവതാരം വാഴ്ത്തിയിടാം. അൾത്താരയ്ക്കുള്ളിൽ വാഴും സ്വരൂപനേ, വാഴ്ത്തുന്നു നിന്നെ എൻ ഈശോനാഥ. ആ ആ ആ ലല്ലല്ലല്ല ലല്ലല്ലല്ല ആശ്രയമറ്റു ഞാൻ വീഴും ചുഴികളിൽ കാരുണ്യത്തോണിയായി നീ വരില്ലേ. ഏഴരളാം ഞങ്ങൾ കേൾക്കണമേ നിന്റെ ദിവ്യവചനത്തിൻ സാന്ത്വനങ്ങൾ. ആശ്രയമറ്റു ഞാൻ വീഴും ചുഴികളിൽ കാരുണ്യത്തോണിയായി നീ വരില്ലേ. ഏഴകളാം ഞങ്ങൾ കേൾക്കണമേ നിന്റെ ദിവ്യവചനത്തിൻ സാന്ത്വനങ്ങൾ. നിൻ തിരുനാമം പാടിയിടാം ഞങ്ങൾ നിന്നവതാരം വാഴ്ത്തിയിടാം. നിൻ തിരുനാമം പാടിയിടാം ഞങ്ങൾ നിന്നവതാരം വാഴ്ത്തിയിടാം. അൾത്താരയ്ക്കുള്ളിൽ വാഴും സ്വരൂപനേ, വാഴ്ത്തുന്നു നിന്നെ എൻ ഈശോനാഥ. നിൻ സ്നേഹമെന്നിൽ ചൊരിയണേ. നിൻ കൃപ ഞങ്ങൾ കീഴടേ. നിൻ തിരുനാമം പാടിയിടാം ഞങ്ങൾ നിന്നവതാരം വാഴ്ത്തിയിടാം. നിൻ തിരുനാമം പാടിയിടാം ഞങ്ങൾ നിന്നവതാരം വാഴ്ത്തിയിടാം. അൾത്താരയ്ക്കുള്ളിൽ വാഴും സ്വരൂപനേ, വാഴ്ത്തുന്നു നിന്നെ എൻ ഈശോനാഥ. അൾത്താരയ്ക്കുള്ളിൽ വാഴും സ്വരൂപനേ, വാഴ്ത്തുന്നു നിന്നെ എൻ ഈശോനാഥ. അൾത്താരയ്ക്കുള്ളിൽ വാഴും സ്വരൂപനേ, വാഴ്ത്തുന്നു നിന്നെ എൻ ഈശോനാഥ. ഓരോ സംഗീതവും ഓരോ പ്രാർത്ഥനയായി മാറുന്നത് ആ ഗീതത്തോടൊപ്പം ആഴമേറിയ വിശ്വാസവും പ്രത്യാശയും ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള അറിവും കൂടുമ്പോഴാണ്. പ്രമുഖ ദൈവശാസ്ത്ര പണ്ഡിതനായ റെവറൻഡ് ഫാദർ ആന്റണി നരികുളം അച്ഛനെ നമുക്ക് ശ്രവിക്കാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ ആരാധനക്രമ സംഗീത സമയത്ത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടതായ ചില അടിസ്ഥാന തത്വങ്ങളെപ്പറ്റി, പ്രമാണങ്ങളെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഇത് ദേവാലയ സംഗീതം ആരാധനക്രമവുമായി ബന്ധപ്പെടുത്തി ആലപിക്കുന്ന ഗീതങ്ങളാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ചോദ്യം, എന്താണ് ഈ ആരാധനക്രമം അല്ലെങ്കിൽ ലിറ്റർജി എന്ന് പറയുക? നമ്മൾ പള്ളിയിൽ അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളും ആരാധനക്രമത്തിൻ്റെ ഭാഗമല്ല. ആരാധനക്രമം എന്താണെന്ന് സഭ പറഞ്ഞിട്ടുണ്ട്. അത് ദൈവത്തെ ആരാധിക്കുന്ന, വിശുദ്ധരെ വണങ്ങുന്നത് ആരാധനക്രമത്തിൻ്റെ ഭാഗമല്ല. ഉദാഹരണത്തിന് നൊവേന, അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി, അല്ലെങ്കിൽ ജപമാല, ഇവയൊന്നും ആരാധനക്രമത്തിൻ്റെ ഭാഗമായിട്ട് സഭ കണക്കാക്കുന്നില്ല. അതൊക്കെ നമ്മുടെ ഭക്തിയുടെ അനുഷ്ഠാനങ്ങളാണ്. അതുകൊണ്ടാണ് അവയെ ഭക്താനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ പോപ്പുലർ ഡിവോഷൻസ് എന്ന് വിളിക്കുക. ആരാധനക്രമം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കുർബാനയും മറ്റു കൂദാശകളുമാണ്. അപ്പോൾ ഈ കുർബാനയും കൂദാശകളുമായിട്ട് ബന്ധപ്പെടുത്തി ആലപിക്കുന്ന ഗാനങ്ങളെ, ഗീതങ്ങളെയാണ് ആരാധനക്രമ ഗീതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ കൂദാശകളുടെ ലക്ഷ്യം എന്താണ്? കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിശുദ്ധീകരിക്കുന്ന പ്രവൃത്തി എന്നാണ്. ഈ കുർബാനയും കൂദാശകളുമൊക്കെ നമ്മളെ വിശുദ്ധീകരിച്ച് നിത്യരക്ഷയിലേക്ക് ആനയിക്കുന്നവയാണ്. അപ്പോൾ അതുകൊണ്ട് ദേവാലയത്തിൽ വരുന്നവരെല്ലാവരും, അത് ഗായകരായിക്കൊള്ളട്ടെ, കാർമ്മികരായിക്കൊള്ളട്ടെ, ജനങ്ങളായിക്കൊള്ളട്ടെ, എല്ലാവരും ഈ ദൈവത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധീകരണം നേടി നിത്യസൗഭാഗ്യത്തിലേക്ക് തീർത്ഥയാത്ര ചെയ്യുന്ന മനുഷ്യരാണ്. ആ അർത്ഥത്തിൽ ദേവാലയ സംഗീതത്തെ കാണാൻ നമുക്ക് സാധിക്കണം. ഇതുകൊണ്ട് തന്നെ
നിത്യരക്ഷ എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് ഗായകരോടുകൂടെ ഗീതങ്ങൾ ആലപിക്കുക നിർബന്ധമായിട്ടും സഭ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ജനങ്ങൾ ഒരിക്കലും കാഴ്ചക്കാരായിട്ട് നിൽക്കാൻ പാടില്ല. മറിച്ച് ദേവാലയത്തിലെ സംഗീതജ്ഞരോടുകൂടെ, പാട്ടുപാടുന്നവരോടുകൂടെ, ഗായക സംഘത്തോടുകൂടെ ഉറക്കെ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. അതുകൊണ്ടാണ് 2 വത്തിക്കാൻ സിനോദോസ് ആരാധനാക്രമത്തിലെ പ്രമാണരേഖ 113 പറഞ്ഞിരിക്കുന്നത് ജനങ്ങളുടെ സജീവ ഭാഗഭാഗിത്വം ഉറപ്പാക്കുന്ന ഗീതങ്ങൾ മാത്രമേ ദേവാലയത്തിൽ ആലപിക്കാവൂ. ഗായക സംഘത്തിന് മാത്രം പാടാൻ സാധിക്കുന്ന, അതും 1-2 പേര് പാടുന്നത് ഒരിക്കലും ദേവാലയ സംഗീതത്തിൻ്റെ ഭാഗമല്ല. അവരോട് കൂടി ജനങ്ങൾ കൂടി പാടുമ്പോൾ മാത്രമാണ്, ജനങ്ങളുടെ സജീവ ഭാഗഭാഗിത്വം ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് ദേവാലയ സംഗീതത്തിൻ്റെ പരിശുദ്ധി തെളിഞ്ഞു വരിക, അല്ലെങ്കിൽ അത് അർത്ഥപൂർണ്ണമായിട്ട് തീരുക. കാരണം എല്ലാവരും നിത്യരക്ഷയ്ക്ക് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഗായക സംഘങ്ങൾ ഒരു കാരണവശാലും സമൂഹത്തിന് പകരമാകരുത്. ദേ ഷുഡ് നെവർ സബ്സ്റ്റിറ്റ്യൂട്ട് ദ കമ്മ്യൂണിറ്റി. ഇത് സഭയുടെ വ്യക്തമായൊരു കാഴ്ചപ്പാടാണ്. നിർഭാഗ്യവശാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ആഘോഷാവസരങ്ങളിൽ, ചിലപ്പോൾ സാധാരണ ദിവസങ്ങളിൽ പോലും ഗായക സംഘങ്ങൾ മാത്രം പാട്ടുപാടുന്ന സ്ഥിതിവിശേഷം നമ്മുടെ പള്ളികളിലുണ്ട്. അതുകൊണ്ട് ഗായക സംഘങ്ങൾ പ്രാർത്ഥനയെ അകമ്പടി സേവിക്കുന്നവരല്ല, മറിച്ച് അവർ ദൈവജനത്തോടൊപ്പം പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരുമാണ്. അപ്പോൾ നമ്മുടെ വിശുദ്ധീകരണം അതിലൂടെ തിരിച്ചു പ്രാപിക്കുമ്പോൾ പുറമേ നിന്ന് ചിലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഗായക സംഘങ്ങൾ ചിലപ്പോൾ ഇടവ പള്ളികളിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഗ്രൂപ്പായിട്ട് വന്ന് പാട്ട് പാടിയിട്ട് തിരിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. അവരിൽ വിശ്വാസികൾ പോലും ഉണ്ടാകണമെന്നില്ല, ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ദേവാലയ സംഗീതത്തിൻ്റെ പരിശുദ്ധിയെപ്പറ്റി കൂടുതൽ വ്യക്തമായിട്ട് ചിന്തിക്കേണ്ടത്. ദേവാലയത്തിൽ ഗാനങ്ങൾ ആലപിക്കാൻ വരുന്നവർ ദൈവവിശ്വാസമുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും നിത്യരക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കണം. അതുകൊണ്ടാണ് സഭയുടെ പൊതുവായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ നിവൃത്തിയുള്ളിടത്തോളം, എല്ലായിടത്തും സാധിക്കണമെന്നില്ല, എല്ലാ പള്ളികളിലും ചിലപ്പോൾ ഒരു കീബോർഡിസ്റ്റിനെ കണ്ടുകിട്ടാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം, നിവൃത്തിയുള്ളിടത്തോളം ഒരിടവകയിൽ, അതേ ഇടവകയിലെ ദൈവജനവും ഗായക സംഘവും ഒരുമിച്ച് ഗീതങ്ങൾ ആലപിക്കുന്ന ശൈലി വളർത്തിയെടുക്കണമെന്നുള്ളതാണ് സഭയുടെ ആഗ്രഹം. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലായിടത്തും സാധിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കഴിവതും സാധിക്കുന്നിടത്തോളം ഒരു ഇടവകയിൽ ജനങ്ങൾ ഒരുമിച്ച് ഗായക സംഘത്തോടൊപ്പം പാടുന്ന ഒരു സംവിധാനമാണ് നമുക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചു, സഭാപിതാക്കന്മാരും മാർപ്പാപ്പമാരും ഒക്കെ ഇത് സംബന്ധിച്ച് ധാരാളം നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ബെനഡിക്റ്റ് 14 മാർപ്പാപ്പ തൊട്ട് ഇന്ന് സഭയെ ഭരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വരെയുള്ള അനേകം മാർപ്പാപ്പമാർ ഇത് സംബന്ധിച്ച് പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 100 വർഷം മാത്രം പരിശോധിച്ചാൽ 15-18 പ്രമാണരേഖകൾ ദേവാലയ സംഗീതത്തെപ്പറ്റി മാത്രം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സഭാപിതാക്കന്മാർ, മാർപ്പാപ്പമാർക്ക് ഈ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധിക്കാൻ കാരണം? അത് 2 വത്തിക്കാൻ സിനോദോസിൻ്റെ പ്രമാണരേഖയിൽ കൃത്യമായിട്ട് അക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ അവിടെ പറഞ്ഞിരിക്കുക? ദേവാലയ സംഗീതത്തെ അതീവ ശ്രദ്ധയോടുകൂടി സഭ പരിപോഷിപ്പിക്കേണ്ടതാണ്. കാരണം ഇതുപോലെ ദൈവജനത്തെ വിശുദ്ധീകരിക്കാനും പ്രാർത്ഥിക്കാൻ സഹായിക്കാനും ദൈവത്തിലേക്ക് അവരുടെ ഹൃദയങ്ങൾ ഉയർത്തുവാനും അതിലൂടെ നിത്യരക്ഷ പ്രാപിക്കുവാനും സഹായകമായ ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ളൊരു മാർഗം വേറെ ഇല്ല എന്നുള്ള സഭയുടെ ബോധ്യമാണ്. ധാരാളം കലകൾ ഈ ലോകത്തിലുണ്ട്. നമ്മൾ പള്ളി പണിയുന്നത് അതിൻ്റേതായിട്ടുള്ള കലാരൂപം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഈ നമ്മുടെ അൾത്താര പണിയുന്നത് ഒരു പ്രത്യേക കലാരൂപം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. നമ്മുടെ രൂപക്കൂടുകൾ ഉണ്ടാക്കുന്നത്, പള്ളിയുടെ ആനവാതിലുണ്ടാക്കുന്നത്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു കലാപരമായിട്ടുള്ള ഒരു മൂല്യം കൽപ്പിച്ചുകൊണ്ടാണ് ചെയ്യുക. എന്നിട്ട് സഭ പറയുക, അതെല്ലാം ശരിയാണെങ്കിൽ പോലും സംഗീതത്തെ പോലെ ഇതുപോലെ പ്രാധാന്യം അറിയിക്കുന്ന വേറെ ഒരു കലയും സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ബാക്കി എല്ലാത്തിനോടും പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. എന്താണ് ഈ ആരാധനക്രമ സംഗീതത്തിൻ്റെ സവിശേഷത എന്ന് പറയുക? നേരത്തെ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും ഒരുമിച്ച് പാടുന്ന, സജീവമായിട്ട് പങ്കെടുക്കുന്ന,
രീതിയാണ് അതിൻ്റെ ഒരു സവിശേഷത ഞാൻ സൂചിപ്പിച്ചു. ഇതുകൂടാതെ രണ്ടാം വത്തിക്കാൻ സുനോദോസ് ആരാധനക്രമത്തെ പറ്റിയുള്ള പ്രമാണരേഖയിൽ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. മറ്റൊന്നുള്ളത്, മറ്റേത് കലയേക്കാളും പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന പോലെ ആഗസ്തീനോസ് പറയുന്നത് പോലെ, ആഗസ്തീനോസ് പറയുന്ന പോലെ ഇരട്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ 118 ഖണ്ഡികയിൽ രണ്ടാം വത്തിക്കാൻ സുനോദോസ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, വിശ്വാസികളുടെ ശബ്ദം വാദ്യോപകരണങ്ങളുടെ ശബ്ദത്തിന് മുകളിലായിരിക്കണം. ഒരു കാരണവശാലും ഒരു വാദ്യോപകരണവും വിശ്വാസികളുടെ സ്വരത്തെ മുക്കിക്കളയാൻ അനുവദിക്കരുത്. ഇവിടെയാണ് നമ്മളുടെ ഒരു താരതമ്യം നമുക്ക് ചിലപ്പോൾ നടത്തി നോക്കാം. നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ വലിയ ഗായക സംഘങ്ങൾ പാട്ട് പാടുമ്പോൾ എന്താണ് പാടുന്നതെന്നോ പ്രാർത്ഥനകളുടെ അർത്ഥം എന്താണെന്ന് ഗ്രഹിച്ചിട്ടോ ആ പ്രാർത്ഥിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന രീതിയിലോ അല്ല ഗാനാലാപനം നടക്കുന്നത് എന്ന് പൊതുവെ ഒരു പരാതി നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷേ ഇതാരാണ് പരിഹരിക്കുക എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണകളില്ല. അതുകൊണ്ട് സഭയുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ഇടവകളിൽ ദേവാലയങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമായ പരിശോധനയ്ക്ക് വിഷയമാക്കാനുള്ള കടമ പ്രത്യേകിച്ച് സഭാധികാരികൾക്കുണ്ട്. കാരണം മാർപ്പാപ്പമാരൊക്കെ കൃത്യമായിട്ട് ഇത്രയും പ്രബോധനങ്ങൾ നൽകിയിട്ട് ഏറ്റവും ഒടുവിൽ രണ്ടാം വത്തിക്കാൻ സുനോദോസ് അതിൻ്റെ പ്രമാണരേഖയിലെ 7 അധ്യായങ്ങളിൽ 6-ാമത്തെ അധ്യായം പൂർണ്ണമായിട്ടും ദേവാലയ സംഗീതത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. അങ്ങനെയുള്ള ദേവാലയ സംഗീതത്തെ എപ്രകാരമാണ് നമ്മൾ കാണേണ്ടതെന്നും എപ്രകാരമാണത് അവതരിപ്പിക്കേണ്ടതെന്നും എപ്രകാരമാണ് മനുഷ്യർക്ക് സ്വീകാര്യമായ രീതിയിൽ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ എപ്രകാരം അവതരിപ്പിക്കണം എന്നതിനെ പറ്റിയുള്ള ചിന്തകളാണ് നമ്മൾ അടുത്ത ഒരു എപ്പിസോഡിൽ പരിഗണിക്കാൻ പോകുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.